ഇന്ന് പണമില്ലാത്തവർ ദരിദ്രരല്ല. പണത്തെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിയാത്തവരാണ് ദരിദ്രരാവുന്നത്. നമുക്കെല്ലാവർക്കും പണം വേണം. പണം കിട്ടിയാൽ ജീവിതം മതി എന്ന് തോന്നും. പക്ഷെ സത്യത്തിൽ പണം നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ പണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരാക്കി മാറ്റുകയാണോ ചെയ്യുന്നത്? ഇന്നത്തെ തലമുറയ്ക്ക് പണം അത്രയും എളുപ്പത്തിൽ ലഭിക്കാമെന്ന് തോന്നുന്നൊരു കാലമാണ്. എവിടെ നോക്കിയാലും സക്സസ് സ്റ്റോറീസ് മാത്രമേ കാണാനുള്ളൂ. പക്ഷേ ഈ ചിത്രങ്ങൾ നമ്മളെ ഒന്നുവീതം പൊള്ളയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലൊരു സമ്മർദ്ദം, ഞാനും അങ്ങനെ ആകണം, അതല്ലെങ്കിൽ ഞാൻ പിന്നിലാണ് തുടങ്ങിയ കാര്യങ്ങൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പണത്തിന്റെ മനഃശാസ്ത്രം, എങ്ങനെ പണം നമ്മുടെ ചിന്തയും പെരുമാറ്റവും സ്വപ്നവും മാറ്റുന്നു എന്ന്, പണം ജീവിതത്തിലെ എത്രമാത്രം ഭാഗമാക്കണം, എവിടെ അതിന്റെ അതിരുകൾ വെക്കണം എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. ഒന്നാമതായി, പണം ഇല്ലാത്തവന്റെ മനസ്സാണ് ആദ്യം തകരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ പണത്തിനായി പാടുപെടുമ്പോൾ ഏറ്റവും ആദ്യം തകരുന്നത് നമ്മുടെ ശരീരമല്ല, മനസ്സാണ്. പണം കിട്ടാതെ പോകുമ്പോൾ മനസ്സിൽ തോന്നുന്ന അസഹായത, ലജ്ജ, പേടി, അതൊരു ഇമോഷണൽ ബൗണ്ടാണ്. നമ്മളിൽ പലരും ഈ വേദനയെ മറച്ചു വെക്കുന്നു. പക്ഷെ അതാണ് പിന്നീടുള്ള ഐ ആം നോട്ട് ഇനഫ് എന്ന സെൽഫ് ഡൗട്ടായി മാറുന്നത്. പണം നഷ്ടപ്പെട്ടവരെ കാണുമ്പോൾ പലരും പറയുന്നത് അവന്റെ കാലം പോയി എന്നതാണ്. പക്ഷെ സത്യം എന്നാൽ അവന്റെ മനസ്സാണ് ആദ്യം പോയത്. സൈക്കോളജിക്കലി പോവേർട്ടി എന്നത് വെറും പണത്തിന്റെ അഭാവമല്ല, അത് സ്വയം വിശ്വാസം നഷ്ടമാകുന്ന അവസ്ഥയാണ്. പണമില്ലാത്തവർ പലപ്പോഴും ഞാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നതിലൂടെ തന്നെ പണം കൂടുതൽ അകന്നു പോകുന്നു. അതാണ് മണി ബ്ലോക്ക് മൈൻഡ് സെറ്റ്. രണ്ടാമതായുള്ള കാര്യമാണ് പണത്തെ സ്നേഹിക്കുന്നു പക്ഷെ ബഹുമാനമില്ല. ഇന്നത്തെ തലമുറ പണത്തെ വെറുക്കുന്നില്ല, പണത്തെ ആഗ്രഹിക്കുന്നു, പക്ഷെ അതിനോട് ബഹുമാനവുമില്ല. പണം എന്നതൊരു എനർജിയാണ്. അതിനെ മനസ്സിലാക്കാതെ ചേസ് ചെയ്യുമ്പോൾ അത് നമ്മളിൽ നിന്ന് ഒളിച്ചോടും. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ, ഒരു ചെറുപ്പക്കാരൻ ദിവസവും റീൽസ് കാണുന്നു. ലക്ഷറി കാറും ഫോറിൻ ട്രിപ്സും, അതാണ് അവന്റെ ലക്ഷ്യം. പക്ഷെ പണം ഉണ്ടാക്കുന്നത് വാല്യൂ ക്രിയേഷൻ പ്രോസസ്സ് അവൻ അറിയില്ല. അവൻ ആഗ്രഹിക്കുന്നത് റിസൾട്ട്, പരിശ്രമമല്ല. ഇത് തന്നെയാണ് ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നിവയ്ക്ക് വഴി തുറക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ സക്സസ് കാണുമ്പോൾ നമ്മുടെ ടൈം ലൈൻ നഷ്ടപ്പെടുന്നു. മറ്റൊരു പ്രധാന കാരണമാണ് പണത്തോടുള്ള ഭയം. ചിലർക്ക് പണം കിട്ടിയാലും അത് നിലനിർത്താൻ പറ്റില്ല. കാരണം പണം കിട്ടിയാൽ ഞാൻ മാറ്റം വരും, പണം കിട്ടിയാൽ മറ്റുള്ളവർ അസൂയപ്പെടും, പണം നല്ലതല്ല എന്ന ചിന്ത. ഇതുപോലെ ചെറുപ്പത്തിൽ കേട്ട ബിലീഫ്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഇരിക്കുന്നത്. അതാണ് നമ്മെ പിന്നിലാക്കുന്നത്. സൈക്കോളജി പറയുന്നത്, നീ പണത്തോട് പേടിക്കുന്നവനാണെങ്കിൽ പണം നിന്നെ കാണാതെ പോകും എന്നാണ്. പണം കിട്ടാൻ ആദ്യം വേണ്ടത് പണത്തോട് ആത്മബന്ധം ഉണ്ടാക്കലാണ്. പണം എന്നത് എനർജിയാണെങ്കിൽ നീ അതിനെ ട്രസ്റ്റ് ചെയ്യണം. അടുത്തതായുള്ള കാര്യമാണ് പണം മനുഷ്യനെ മാറ്റുന്നില്ല, അവനെ പുറത്തെടുക്കുന്നു എന്നത്. പണം കിട്ടുമ്പോൾ ആളുകൾ മാറി എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ സത്യം എന്തെന്നാൽ അവൻ മാറിയതല്ല, അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നതാണ്. പണം ഒരു മിററാണ്. നിനക്ക് ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിൽ പണം അതിനെ വർദ്ധിപ്പിക്കും. നിനക്ക് ഈഗോ ഉണ്ടെങ്കിൽ പണം അതിനെ തീയും പിടിപ്പിക്കും. അതിനാൽ നീ പണം നേടുന്നതിന് മുൻപ് മനസ്സ് ശുദ്ധമാക്കണം. പണം നിനക്ക് സർവീസ് ടൂൾ ആകണം, സ്ലേവറി ചെയിൻ ആകരുത്. അടുത്തതായുള്ള കാര്യമാണ് ഫേക്ക് സക്സസ് സിൻഡ്രോം. ഇന്നത്തെ സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ മണി ഇല്യൂഷൻ മിഷനാണ്. ലക്ഷറി കാണിക്കുന്ന റീൽസ് നമ്മളെ മൂഢമാക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വെൽത്ത് കാണിച്ച് നമ്മുടെ തന്നെ ഞാൻ പിന്നിലാണെന്ന തോന്നൽ ഉണ്ടാക്കുന്നു. ഇത് കമ്പാരിസൺ സൈക്കോളജി ആണെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. നീ മറ്റുള്ളവരെ സക്സസ് മെഷർ ചെയ്യുന്നിടത്ത് നിന്നാണ് നിന്നെ തളയ്ക്കപ്പെടുന്നത്. റിയാലിറ്റി എന്തെന്നാൽ അവന്റെ ലൈഫ് സ്റ്റൈൽ ഒരു പെർഫോമൻസ് ആണ്, നിന്റെ സ്ട്രഗിൾസ് ആണ് റിയൽ ലൈഫായി മാറുന്നത്. അടുത്തതായുള്ള കാര്യമാണ് പണവും സന്തോഷവും. പണം കിട്ടിയാൽ സന്തോഷം വരുമോ? ചെറുപ്പത്തിൽ നമുക്ക് തോന്നും അതെ. പക്ഷെ സൈക്കോളജി പറയുന്നു, പണം സന്തോഷം വാങ്ങി കൊടുക്കുന്നില്ല, അത് സൗകര്യം മാത്രമേ തരുന്നുള്ളൂ. സൗകര്യങ്ങൾ സന്തോഷമല്ല. സന്തോഷം വന്നത് ബന്ധങ്ങളിൽ നിന്നും ആത്മശാന്തിയിൽ നിന്നുമാണ്. പണം ഉപയോഗിച്ച് നമ്മൾ ജീവിതം എളുപ്പമാക്കാം, പക്ഷെ മനസ്സ് സന്തോഷമാകാൻ പണം പോരാ. പണം ജീവിതത്തിൽ അത്യാവശ്യമാണ്, പക്ഷെ അത് ജീവിതമല്ല എന്ന് നാം മനസ്സിലാക്കണം. പണം ഒരു സേവകനാകുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. പണം ഒരു യജമാനനാകുമ്പോൾ മനുഷ്യൻ തകരുകയും ചെയ്യും. പണം നല്ലതാണ്, പക്ഷെ അതിനെ മനസ്സിലാക്കാത്ത മനസ്സാണ് അപകടം. നീ പണത്തെ ഭയപ്പെടരുത്, പണത്തോട് അടിമയാവരുത്. പണത്തെ മനസ്സിലാക്കി അതിനെ നിന്റെ ജീവിതത്തിന്റെ സഹയാത്രികനാവുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.